കൊല്ലമ്പുഴ അണ്ടർപാസിൻ്റെ വടക്കേ അപ്രോച്ച് റോഡിൻ്റെ സോയിൽ കോമ്പാക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴിയുള്ള ഗതാഗതം ഉടൻ തന്നെ നിരോധിക്കാൻ സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായി സർവീസ് റോഡ് ഇടതുവശത്തത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ലെയർ ഉറപ്പിച്ചതിന് ശേഷം റോളർ മടങ്ങുന്ന കാഴ്ചയാണ്. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഏകദേശം 3/4 ഭാഗവും റീറ്റെയിനിങ് വാളായി ഉപയോഗിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് വാൾ തന്നെയാണ്. RE പാനൽ ഒരുപക്ഷെ തെക്കേ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ളതാവാം. ഇടയാവണം അണ്ടർപാസിൻ്റെ ശേഷിക്കുന്ന 1/2 നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പൂർത്തിയാക്കിയ 1/2 ലെവലിന് മണ്ണ് ഉറപ്പിച്ച് അതിന് മുകളിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ തിരിച്ചു വിട്ടിരിക്കുന്നത്. കണ്ടുവരുന്ന പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി സർവീസ് റോഡും കൂടി അണ്ടർപാസിന് മുകളിൽ കൂടി പോകുന്ന തരത്തിലാണ് ഡിസൈൻ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്നാൽ പതിവ് രീതി പോലെ സർവീസ് റോഡ് താഴെക്കൂടി തന്നെ പോകുന്നതായിരുന്നു ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ കരിങ്കല്ലിൻ്റെ ബ്ലോക്കുകൾ ചെറുതായി പൊട്ടിച്ച് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അവരുടെ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന ക്വാളിറ്റിയിലുള്ളതായിരിക്കണം എന്ന് വിചാരിക്കുന്നു. വേനൽ മഴ നല്ലവണ്ണം പെയ്തത് കാരണം വാമനപുരം നദിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത് കാരണം ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന പാലത്തിലേക്കുള്ള വാഹന ഗതാഗതം നിലവിൽ നിരോധിച്ചിരിക്കുകയാണ്. പാലത്തിൻ്റെ വടക്കേ അപ്രോച്ചിലുള്ള പാറക്കൂട്ടം പൊട്ടിച്ച് നീക്കുന്ന പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പങ്ക് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പൊട്ടിച്ച് നീക്കിയ ബ്ലോക്കുകൾ തന്നെ ആവണം ഒരുപക്ഷെ നദിയുടെ അപ്പുറത്തെ തീരത്ത് കൊണ്ടിട്ട് പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. കുടവൂർക്കോണം ഓവർപാസിൻ്റെ സൈറ്റിൽ നിന്നുള്ള കാഴ്ചയാണ്. പാലാങ്കോണം ഭാഗത്തേക്ക് അഥവാ വടക്കേ ദിശയിലേക്ക്. അവിടെ റീറ്റെയിനിങ് വാളിൻ്റെയും ഡ്രെയിനിൻ്റെയും ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഓവർപാസിൻ്റെ തെക്കേ അപ്രോച്ചിൽ സോയിൽ നെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രില്ലിങ് പുനരാരംഭിക്കാൻ പോവുകയാണ്. ഇപ്പം പഴയ വാർത്തയാണ്. ഫെബ്രുവരിയിൽ നിതിൻ ഗഡ്കരിജി ലോക്സഭയിൽ കൊടുത്ത ഉത്തരവാണ്. കേരളത്തിലെ പല റീച്ചുകളിലും ചുമത്തിയിട്ടുള്ള പെനാൽറ്റിയുടെ വാർത്തകളാണ്. RDSന് ടെർമിനേഷൻ ഇൻറ്റൻഷൻ നോട്ടീസ് കൊടുത്തതായി വാർത്തയിൽ കാണാം. ഈ നോട്ടീസിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ RDS RKCക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്തത് എന്ന് മാത്രമല്ല, തൃശ്ശൂരിലുള്ള റീച്ചുകൾ നോക്കിയാൽ കാണാം 4000-ൽ പരം കോടിക്ക് ടെൻഡർ എടുത്തിരിക്കുന്ന വർക്കാണ്. RDS 800-ൽ താഴെ കോടിക്ക് ടെൻഡർ പിടിച്ചിരിക്കുന്നത്. അത് തന്നെയാവും ഒരുപക്ഷെ ഇഴച്ചിലിൻ്റെ ഒരു പ്രധാന കാരണം.